40 പാക് സൈനികരെ നമ്മുടെ സൈന്യം ഈ ആക്രമണത്തിനിടയിൽ, ഇത്രയും മണിക്കൂറുകൾ നീണ്ടുനിന്ന ആക്രമണത്തിനിടയിൽ 40 പാക് സൈനികരെ, 35 മുതൽ 40 വരെ പാക് സൈനികരെ വധിച്ചിട്ടുണ്ട് എന്നതാണ്. അതിൽ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുണ്ട് എന്നതിലും ഇന്ന് ഇപ്പോൾ DGMO സൂചന നൽകിയിട്ടുണ്ട്. ഇതിനിടയിൽ പൊലിഞ്ഞുപോയ 5 ജീവനുകളുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട, നമ്മുടെ ധീരരായ 5 ധീര ജവാന്മാർക്ക് വീരമൃത്യു സംഭവിച്ചിട്ടുണ്ട്. അവർ പൊരുതി വീണത് ഇപ്പോഴിരുന്ന് നരേന്ദ്രമോദിയെയും സൈന്യത്തെയും ഒക്കെ വിമർശിക്കുന്ന കേരളത്തിലുള്ള ആളുകൾ കൂടി കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ആ 5 പേരുടെയും വീരമൃത്യു എന്ന് പറയുന്നത് വീട്ടിലേക്ക് മിസൈൽ വരുന്നത് നോക്കിയിരുന്ന ആളുകൾക്ക് വേണ്ടി കൂടിയാണ് ആ ജീവനുകൾ പൊലിഞ്ഞത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നരേന്ദ്രമോദിയോടോ BJPയോടോ കേന്ദ്ര സർക്കാരിനോടോ ഉള്ള വിയോജിപ്പോ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമോ ഉണ്ട് എങ്കിൽ പോലും ഈ ഒരു സമയത്ത്, അതായത് ഒരു കോൺഫ്ലിക്റ്റ് സോണിൽ നമ്മൾ നിൽക്കുന്ന നമ്മുടെ അയൽ രാജ്യവുമായി ഒരു സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ, അതൊരു യുദ്ധമായി മാറിയിട്ടില്ല, സംഘർഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വന്തം രാജ്യത്തിനൊപ്പം നിൽക്കുക എന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ ചെയ്യേണ്ടത്. അത് നേരത്തെ ആൻഡ്രൂസ സൂചിപ്പിച്ചതുപോലെ അത് മാത്രമാണ് റിപ്പോർട്ടർ TV എന്ന മാധ്യമ സ്ഥാപനം ചെയ്തത്. ഇവിടെ ഒരു രാഷ്ട്രീയവുമല്ല, സൈന്യത്തിനൊപ്പം. സൈന്യം എന്ന് പറയുന്നത് ഏത് രാഷ്ട്രീയ നേതൃത്വം വന്നു കഴിഞ്ഞാലും അവിടെയുണ്ട്, അതിർത്തിയിലുണ്ട് നമ്മുടെ സൈന്യം. അതാണ് ഇന്ത്യയുടെ സൈന്യത്തെക്കുറിച്ച് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം.